നിങ്ങൾ കാണിക്കുന്ന മനുഷ്യത്വരല്ല. നിങ്ങൾ തലേ ദിവസം പറയണമല്ല. കാര്യം പോലീസ് തന്നെ ഞങ്ങൾക്ക് കത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഈ എക്സിക്യൂട്ട് ചെയ്തത്. SI തന്നെ ഞങ്ങൾക്ക് കത്തുണ്ട്, ഇവിടെ ലോകം പ്രശ്നമുണ്ട്, ഇവിടെ അനുവദിച്ച കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ NHR വന്നിരിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ പത്തടിപ്പാലം വരെയുള്ള ഇരുഭാഗങ്ങളിലും സ്ഥാപിച്ചിരുന്ന അനധികൃത ഫ്ലെക്സ് ബോർഡുകളും തട്ടുകടകൾ ഉൾപ്പെടെ നീക്കം ചെയ്തു. തട്ടുകട നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരും സ്ഥാപന നടത്തിപ്പുകാരും തമ്മിൽ പല ഭാഗത്തും വാക്കേറ്റമുണ്ടായി. വണ്ടി കയറ്റിക്കോ പരിപാടി. പറയൂ. കാര്യം പോലീസ് തന്നെ ഞങ്ങൾക്ക് കത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഈ എക്സിക്യൂട്ട് ചെയ്തത്. SI തന്നെ ഞങ്ങൾക്ക് കത്തുണ്ട്, ഇവിടെ ലോകം പ്രശ്നമുണ്ട്, ഇവിടെ അനുവദിച്ച കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ NHR വന്നിരിക്കുന്നത്. ഫുഡും ഞങ്ങൾ നശിപ്പിക്കത്തില്ല, ഒരു സാധനം ഞങ്ങൾ നശിപ്പിക്കത്തില്ല, അതിന് ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുതൽ മുടക്കും ഞങ്ങൾ നശിപ്പിക്കത്തില്ല. പക്ഷേ അത് ഭദ്രമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ മതി. ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അത് 3 മണിക്കൂറും 4 മണിക്കൂറും ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുഴപ്പം. കാര്യം ഓൾറെഡി ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയ സംഭവമാണ്. അവിടെ നിന്ന് എടുത്തു വരുവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. മനസ്സിലല്ലേ? ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി വന്നതാണ്. അതുകൊണ്ട് ഇനിയും ഒരു 3 മണിക്കൂർ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ മാറി നിന്നില്ല. ആരും ഇതിനകത്ത് നിങ്ങളുടെ ഇതിനകത്ത് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. നിങ്ങളെടുത്ത് സ്വമേധയാ പോവുക. സമയം ഞങ്ങൾ മാറ്റിക്കുക. കച്ചവടം ചെയ്യാൻ സമയം തരുന്നില്ല. അവിടെ നിന്ന് എടുത്ത് പോകാനുള്ള സമയമുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ അതും പറയും. നിങ്ങളെടുക്കില്ല പൊട്ട അവരെടുത്തു വണ്ടിക്കകത്തോട്ട് കയറ്റി. വീലുള്ള സാധനമാണെങ്കിൽ എടുത്തോണ്ട് പോയിക്കോണം. അല്ലാത്ത സാധനങ്ങൾ നാളെ കൊണ്ടുപോകാൻ അത് ഞങ്ങൾ സത്യപ്രതിജ്ഞ എടുത്തേക്കാണ്. കാരണം എന്താ വെച്ചാൽ ശരിയാവില്ല. കാരണം അത് ശരിയല്ല. നിയമത്തിൽ എടുത്തേക്കാൻ തന്നിട്ടില്ല. ഞാൻ തന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള സീനുണ്ട്. അപ്പം അതൊന്നും ആലോചിച്ച് ഹോട്ടലാര് ഇവിടെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണ് ഒരു തട്ടിടുന്നത്. നമുക്കൊരു കുഴപ്പമില്ല. ഒരു ചെറിയൊരു തട്ട്, ഒരു ഓംപ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ബുൾസൈ, അല്ലെങ്കിൽ ഒരു 2-3 കിലോ പൊറോട്ട ഒരു കുടുംബത്തിന് ജീവിക്കാനാണെങ്കിൽ യാതൊരു ആൾക്കാരും ഒരു പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-40 പണിക്കാരാണ്. എത്ര 20 പണിക്കാരാണ്.
മനസ്സിലായോ? മറ്റുള്ള ഹോട്ടലുകാരൊക്കെ ലൈസൻസ് എടുത്ത് ഹെൽത്ത് കാർഡ് എടുത്ത് എല്ലാ കാർഡും എടുത്താണ് ഈ പരിപാടി ചെയ്യണം. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യണതിന് കുഴപ്പമൊന്നും ഞങ്ങൾ സപ്പോർട്ടാണ്. പക്ഷേ ഇതെന്താ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായില്ല. റോട്ടിലിട്ട് ഞങ്ങളെ നിയമപരമാണ്. ആ സാറ് നിയമം എന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാണ്, ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കടയാണെങ്കിൽ ആരും ഒന്നും പറയില്ല സഹോദരൻ സലീമൻ, നമ്മളെല്ലാവരും സഹകരിക്കും. ഇതെന്ത് പറയണം നിങ്ങൾ ആലോചിച്ച്. അപ്പൊ എൻ്റെ ചാറ് പൊട്ടന്മാരാണ്. എന്റേതാണ്. 3-4 മാറ്റം വരും. ഇവർക്ക് ധൈര്യമില്ലാണ്ട് ചെയ്യൂര്. ഈ കടക്കാർ ഒരു ധൈര്യമില്ലാണ്ട് ചെയ്യോ? എത്ര തവണ മാറ്റിയതാ? ഇതുണ്ടാവാതിരിക്കട്ടെ, അതൊന്നും നമുക്കറിയില്ല. ടേബിൾ കൊടുക്ക്, ടേബിൾ മാത്രം കൊടുക്ക്. അത് ഊരിക്കൊണ്ട് നൈസിനെ പോയിക്കോ. അത് ഇത് ചെയ്യടാ, അത് ഊരാൻ പറ്റത്തില്ലേ? ഊര് പോലെ. അവരുടെ ഒരു സാധനം നശിക്കരുത് കേട്ടാ, ശ്രദ്ധിച്ചോളെ. ഇത്രയധികം ഭക്ഷണങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതാ പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾ തനിയെ പറയുമ്പോൾ ഒരു ഇതുമില്ല. അതുകൊണ്ടാണ് കോടതി ഇലക്ഷൻ ഞങ്ങൾ സപ്പോർട്ട് കോടതി ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയും. കോടതി സ്ഥിരം പറയുന്നതായ പല പ്രാവശ്യം അവരുടെ തന്നെ ചോദിച്ചു നോക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാണ്. അപ്പോൾ ഇത് വിചാരിച്ചത് ഇത് പുലി വരില്ല എന്ന് വിചാരിച്ചു. നമുക്ക് അങ്ങനെ എൻ്റെ കൈയും കൊണ്ട് ഇത് വലിയ ആളാണോ ചെറിയ ആളാണോ സോറി. ഓക്കെ സാറേ, ഓക്കെ സാറേ, നമുക്കൊരു ഇതുണ്ട്. പക്ഷേ എനിക്ക് അത് സന്തോഷമുണ്ട്. ആ സന്തോഷം എന്താ അറിയോ, നാളെ പ്രശ്നങ്ങൾ റോഡിലല്ല ഇറക്കി ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു മര്യാദ പറഞ്ഞു, റോഡല്ലാതെ സൈഡിലാണോ, സൈഡിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ നാഷണൽ ഹൈവേ ഇത്രയും സ്ഥലം വിലക്ക് എടുത്തിട്ട് അതുപോലെ കച്ചവടം ചെയ്യാനാണോ? എന്നാൽ നിങ്ങളെല്ലാവരും ഉപജീവനമാർഗം എങ്ങനെ സുഹൃത്തെ? ഉപജീവനമാർഗം ഞാനും നിങ്ങൾ ജീവിക്കണം. നമ്മൾ രണ്ടുപേരും പണിയിട്ട് ജീവിക്കണം. അല്ലാതെ 20 പേരെ 30 പേര് പണിയിട്ടിട്ടുള്ള ഉപജീവനമാർഗം അത് അവര് പറഞ്ഞല്ലോ അത് രാത്രി കച്ചവടം മാറ്റി തരാൻ നമുക്ക് നിയാസങ്ങൾക്ക് ഇതിപ്പോ തന്നെ മാറ്റണമെന്നുള്ളൊരു വൈരാഗ്യത്തെ കൂടി പറയണം. അവർ പറഞ്ഞല്ലോ, മാന്യമായിട്ട് പറഞ്ഞില്ലേ, ഇവർ അംഗീകരിക്കുകയും ചെയ്തല്ലോ. പിന്നെ അത് അതായത് ഇത് വെറുതെ നമ്മളെ നമുക്ക് ഒരു മനുഷ്യത്വം നമ്മൾ കാണിക്കണ്ടേ? നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ എടുക്കുന്നില്ല എന്ന് പറയാം. എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നെങ്കിൽ എടുത്ത് മാറ്റുക. ഇത് രണ്ടിലേതാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? കുറേ ദിവസം മനസ്സിലാക്കുന്ന കാര്യമില്ലല്ലോ, അനുവദനീയമല്ലാന്നുള്ളത് പറയാം. ഇവര് വന്ന് ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങൾ പറയുന്ന രീതി വേറെയാണ്. ഇത് നഗരസഭയായിട്ട് ചേർന്നിട്ടുള്ള പരിപാടികളുള്ളതല്ല. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടാണെന്നുള്ള രീതിയാണ് ഇതിനകത്ത് പറയുന്നത്. കഴിക്കുന്നവരെ കഴിക്കട്ടെ കേട്ടോ, കഴിച്ച് കഴിഞ്ഞിട്ട് മതി. അത് കഴിക്കാനുള്ള സമയം കൊടുക്ക്. നിന്നതിൽ ഒരു ദിവസത്തെ വാണിജ്യം കൊടുക്കാതെ മാറ്റം പറയത്തില്ല ഏതൊരു സർക്കാർ. സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാവുന്നത്. നിങ്ങൾ അല്ലല്ല, ഒരുപാട് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ആളെ അല്ല. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ കാണിക്കുന്ന മനുഷ്യത്വരല്ല. നിങ്ങൾ തലേ ദിവസം പറയണമല്ല, നാളെ വയ്ക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊരു ന്യായമാണ്. വണ്ടി പിടിച്ചോണ്ട് വന്നിട്ടിട്ട് ഞങ്ങൾ ഇപ്പൊ കേട്ടു എന്ന് പറയുന്നതാണോ ന്യായം? ഏത് നിയമം അതിന് അംഗീകരിക്കും? ഏത് നിയമത്തിന് ന്യായം? ഞാൻ പറഞ്ഞ നിങ്ങളൊരു പിയൂണ്, നിങ്ങൾക്ക് പിയൂണും 10,000 കണക്കിന് സ്റ്റാഫുകളും സർവന്റുകളും വേറെ ഉണ്ട്.
ഒരു കുറ്റിച്ചൂലിനെ പറഞ്ഞു വിട്ടിട്ട് പറയണമായിരുന്നു ഇത് മാറ്റി നാളെ മാറ്റി അവിടെ കണ്ടുപോകും. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഏതെങ്കിലും അല്ല അവിടെ അതുവരെ ഉണ്ടല്ലോ, ആ ഓഫീസിൽ അതുവരെ ഉണ്ടല്ലോ. അതല്ലേ മര്യാദ? ആർക്ക് വേണ്ടിയിട്ടാണ് നിയമം? ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അങ്ങനെ പറയുന്നത് കാര്യമില്ല. വർത്തമാനം പറയാൻ നിങ്ങൾക്ക് എനിക്ക് അവകാശമുണ്ടല്ലോ. എനിക്ക് ഒരു സെന്റ് ഭൂമി ഇല്ലാത്തനാ. വർത്തമാനം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതല്ല മുന്നറിയിപ്പൊന്നും ചേട്ടൻ നോട്ടീസൊന്നും തന്നിട്ടില്ല? ഇല്ല, ഇതുവരെ തന്നിട്ടില്ല. ഒരു നോട്ടീസും തന്നിട്ടില്ല. ഒരാൾ നോട്ടീസൊന്നും തരണ്ട, അതിനകത്ത് അക്കൗണ്ടൊന്നും നമ്മളില്ല. വാക്കാൽ, അതാണ് ഞാൻ പറഞ്ഞത്, വാക്കാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് ഒരു അവിടുത്തെ ചൂലിനെ പറഞ്ഞു വിട്ടാലും നമ്മൾ അംഗീകരിക്കുന്നവരാ. ഒരു സംശയവും വേണ്ട. എൻ്റെ പേരിലൊന്നും ഒരു സെന്റ് ഭൂമിയില്ല. നമ്മൾ അനാവത്ത് കാണിക്കുന്നവരും അല്ല. ഒരു പെറ്റി കേസ് പോലും നമ്മുടെ പേരിലുണ്ടായിട്ടുമില്ല. ഞാൻ 60 വയസ്സ് വരെ വണ്ടി ഓടിച്ചു. എനിക്ക് തീരെ നിർവാഹമില്ലാതെ നടുവേദന വന്ന്. ഒത്തിരി നാളായി എവിടെ കച്ചവടം ചെയ്യണേ? ചെയ്യുന്നുണ്ട്. 18 തൊട്ട് കച്ചവടം ചെയ്യുന്നതാണ്. ലോണും ഉണ്ട്. ഞാൻ അതൊക്കെ പോട്ടെ, ബാക്കിയെല്ലാം പോട്ടെ. ഒരു മാനുഷിക പറയണം എന്നുള്ള നിലയ്ക്ക് 4 മണിക്കൂറിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എങ്കിലും വന്ന് പറയണമായിരുന്നു ഇന്നത്തോണ്ട് നിർത്തിക്കണം, നാളെ തൊട്ടോട് ചെയ്യാൻ പാടില്ല. അതേ പറഞ്ഞോളൂ. അല്ല, ഞാൻ വേറൊന്നും നമ്മൾ നിയമം കയ്യിലെടുക്കാനൊന്നും പോകുന്നില്ല. നമ്മളൊന്നിനും തടസ്സമല്ല, വാരിക്കൊണ്ട് പോകണമെങ്കിലും തടസ്സമല്ല. അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്നതിന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തുണ്ടായിരുന്നു.